വിദേഹത്തുകാര് നോക്ക്, നിങ്ങൾ വിശ്വാസ രംഗത്ത് വരെ അവർക്ക് വൈകല്യം സംഭവിച്ചു. സഹോദരങ്ങളെ, നമുക്ക് വിശ്വാസ രംഗത്ത് വൈകല്യമില്ല, പക്ഷേ കർമ്മരംഗത്തുള്ള വൈകല്യവും പേടിക്കേണ്ടതാണ്. അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. വിശ്വാസ രംഗത്തവർക്ക് വൈകല്യം ബാധിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചു എന്ന് എഴുതുകയും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം സ്വഹാബത്ത് പഠിപ്പിച്ച ദീനിനെതിരാണ്, താബിഉകൾ പഠിപ്പിച്ച ദീനിനെതിരാണ്, താബിഉകൾ പഠിപ്പിച്ച ദീനിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ വ്യക്തിത്വമാണോ? അല്ലേ? അല്ല. സ്വഹാബത്ത് വിവരിച്ചതും വർണ്ണിച്ചതും അങ്ങനെ തന്നെയല്ലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുല്യമായി പറയാൻ ലോകത്ത് ആരാനുള്ളത്? ആരും തന്നെ തങ്ങൾക്ക് തുല്യമായി പറയാനില്ല. സ്വഹാബത്ത് പഠിപ്പിച്ചത് നബി തങ്ങളെ പറ്റി അങ്ങനെ തന്നെയാണ്. അതേ, അതാന അറാന ബഅദൽ ഹമാഫ ഖുലൂബുനാ ബിഹി മുഖിനാതുന്ന മഖാല വാഖിഉ. നബിതങ്ങളെ പറ്റി സ്വഹാബത്തിന്റെ വിശ്വാസമാണ് അവർ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് ലോകത്ത് എന്ത് പറഞ്ഞോ അത് നടക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ സന്ദേഹം പറഞ്ഞ കൂട്ടരാണ് ബിദ്അത്തുകാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളെ പറ്റിയും തങ്ങൾ പറഞ്ഞ പല വിഷയങ്ങളെ പറ്റിയും സംശയം ഉന്നയിച്ചവരാണ് അവര്. വിശ്വാസ രംഗത്ത് വൈകല്യം ബാധിച്ചവരാണ്. അതേ സമയത്ത് സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് വിശ്വസിച്ച് പഠിപ്പിച്ചു തന്ന സ്വഹാബിമാരും താബിഉകളും അവര് പഠിപ്പിച്ചു തന്ന സന്ദേശങ്ങളൊന്നും ബിദ്അത്തുകാർ പറഞ്ഞതുപോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറിട്ട വ്യക്തിത്വമാണ്. ഇന്നർ റസൂല ലനൂറുൻ യുസ്തലാഉ ബിഹി ഇന്നർ റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശിക്കുന്ന പ്രോജ്വലിക്കുന്ന ഒരു ഖഡ്ഗമാണ് എന്ന് പറഞ്ഞാൽ തങ്ങളെ കൂടെ എപ്പോഴും വാളും ഇങ്ങനെ കൊണ്ട് നടക്കാന്നല്ല. ആദർശരംഗത്ത് ഒരു വാള് കൊണ്ട് പൊരുതുന്നത് പോലെ, പോരാടുന്നത് പോലെ ആദർശരംഗത്ത് തങ്ങൾക്ക് അത്രയും ധീരതയാണ്. ഒരു വിട്ടുവീഴ്ചക്കും ഒരാളുടെ മുന്നിലും തങ്ങൾ ഒരുങ്ങിയിട്ടില്ല. ആ രൂപത്തിൽ തങ്ങൾ ആദർശരംഗത്ത് അടിയുറച്ചു നിൽക്കുന്ന മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തവും ഇരുത്തവും ഉറക്കും ഉണർവും എല്ലാ സംഗതികളും വേറിട്ട രീതിയിൽ തന്നല്ലേ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നത്. സഹോദരങ്ങളെ, വിശ്വാസരംഗത്ത് വൈകല്യം ബാധിച്ച ആളുകൾക്ക് എങ്ങനെ രക്ഷ കിട്ടാനാണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചത് കണ്ടില്ലേ? പിൽക്കാലത്തൊരു പരീക്ഷണം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് വന്നു. ജാഹിലിയ രൂപത്തിൽ സംസാരിച്ച മുഅ്തസിലത്തും മറ്റും വിഭാഗം ആളുകൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖാണെന്നൊരു വാദം കൊണ്ടുവന്നു, സൃഷ്ടിയാണ് എന്നൊരു വാദം കൊണ്ടുവന്നു. പല പണ്ഡിതന്മാരെയും ആ വിഷയത്തിൽ പീഡിപ്പിച്ചു, ജയിലിൽ അടച്ചു. മുഅ്തസിം ബില്ലാഹി എന്ന് പറയുന്നൊരു രാജാവ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കാരാഗൃഹത്തിൽ അടച്ചു. ശക്തമായ രീതിയിൽ മഹാനവർകളെ പീഡിപ്പിച്ചു. പക്ഷേ ആ രാജാവിന്റെ ഭരണം കുറച്ചു കാലം മാത്രമേ നിലനിന്നുള്ളൂ. പിന്നീട് ആ ഭരണം ദുർബലമായി പോയി. അടുത്ത ഒരു രാജാവ് വന്നപ്പോ, മുതവക്കിൽ ബില്ലാഹി എന്ന് പറയുന്ന രാജാവ് വന്നപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വാദം അംഗീകരിച്ചു. മഹാനവറുകൾക്ക് വലിയ വിജയം കിട്ടി. ആ വാദം തന്നെയാണ് തുടർന്നത്. അൽ ഖുർആനു കലാമുല്ലാഹ് ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതൊരിക്കലും സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റൂല.
നമ്മളെ പറ്റി സൃഷ്ടി എന്ന് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സൃഷ്ടി എന്ന് പറയാം. ആകാശവും ഭൂമിയും സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടികളാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ്, ഖദീമായ കലാമാണ്. അതിനെപ്പറ്റി സൃഷ്ടി എന്ന് പറയാൻ പാടില്ല. ആ പരീക്ഷണത്തിൽ മഹാനവറുകളുടെ മനസ്സിന് നല്ല സ്ഥൈര്യം വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ സലാമും സന്തോഷ വാർത്തയുമാണ്. ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ടതില്ല. അങ്ങനെ ഒരു വാദം വരുമ്പോ നന്നായി ഉറച്ചു നിൽക്കണേ. റബി റളിയല്ലാഹു അൻഹു പറയുന്നു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് സലാം കൊടുത്തയച്ചിട്ടുണ്ട് എന്നും ഇങ്ങനെ ഒരു പരീക്ഷണം വരാനുണ്ട് എന്നുള്ള വിഷയം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അൽ ബിശാറത്തു യാ അബാ അബ്ദില്ലാ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ നിങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ കുപ്പായം അഴിച്ചു. അതേ ഉള്ളിൽ ധരിച്ച, പുറത്ത് ധരിച്ചതല്ല, തൊലിയോട് ചേർന്ന ഡ്രസ്സുണ്ട്, ബനിയൻ പോലത്തെ ഉള്ളിൽ ധരിക്കുന്ന കുപ്പായം. അത് അയച്ചിട്ടത് എനിക്ക് തന്നു. കൂട്ടത്തിൽ ഒരു എഴുത്തും തന്നു, മറുപടി തന്നു. ഞാൻ ആ മറുപടിയുമായിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ ആ കത്ത് കൈമാറിയപ്പോ എന്നോട് ചോദിച്ചു, നേരത്തെ ഏൽപ്പിച്ച കുപ്പായം എവിടെ? നിങ്ങളെ കയ്യിൽ ഒരു കുപ്പായം തന്നിട്ടില്ലേ, ആ കുപ്പായം എവിടെ? ഞാൻ കുപ്പായം കൊണ്ടുപോയി കൊടുത്തപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുപ്പായം എനിക്ക് ധരിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ല, അതൊരു വെള്ളത്തിലിട്ട് നനച്ച് വെള്ളം കൊണ്ടുവരൂ, ഞാൻ ആ വെള്ളം കൊണ്ടൊന്ന് ബറക്കത്തെടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷം കിട്ടിയ മഹാനാണ്. ഷാഫി ഇമാം തങ്ങളുടെ ശിഷ്യനാണെങ്കിലും ആദർശ രംഗത്ത് അടിയുറച്ചു നിന്നപ്പോ അവർക്ക് വലിയ സന്തോഷം ലഭിച്ചു. അങ്ങനെ ഉറച്ചു നിന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ലഭിക്കും. മറ്റുള്ള മഹാന്മാർക്കൊക്കെ ലഭിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാർത്ഥമായുള്ള സ്നേഹത്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹാന്മാരെ സഹായിച്ചതുപോലെ ആ വലിയ സഹായം നമുക്കും ലഭിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ ശരിയായ നിലക്ക് നമ്മളത് മുറുകെ പിടിക്കണം. ആ മഹബത്ത് യാഥാർത്ഥ്യമാകണം. മഹബത്തിന്റെ തലങ്ങളൊക്കെ എണ്ണുമ്പോ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കാറില്ലേ, മഹബത്ത് പൂർണ്ണമാകണമെങ്കിൽ 10 അടയാളങ്ങൾ ഒരാളിൽ മേളിക്കണം. അതിലേറ്റവും പ്രഥമമായും എണ്ണിപ്പറയാറുള്ളത് ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റലാണ്. എല്ലാ ഘട്ടങ്ങളിലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നത് ഒരു വിഷയത്തിൽ മാത്രമല്ല, ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബ്ബഅൻ വതാബിഅൻ ലാ തഅദിലാ. വാക്കിലും പ്രവൃത്തിയിലും അവസ്ഥകളിലും എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് പോലെ പറയണം. പലതിനും മറുപടി പറയുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം പോലെ ഉണ്ടാകണം. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് പ്രവർത്തിച്ചു കാണിച്ചു തന്നത്, നിർബന്ധങ്ങളും സുന്നത്തുകളും അള്ളാഹുവിന്റെ റസൂൽ പ്രവർത്തിച്ച് കാണിച്ചു തന്നതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത വിധം പ്രവർത്തനങ്ങൾ സ്വീകരിക്കണം. അതുപോലെ അവസ്ഥകൾ, സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങൾ വരും. ആ സാഹചര്യങ്ങളിലെല്ലാം അവിടുത്തെ ഇത്തിബാ ചെയ്യണം. ബക്കറ്റ് കൊടുക്കാം, എല്ലാവരിലേക്കും എന്നാ കൊണ്ട് നമ്മൾ ഉദ്ഘാടനം കുറിക്കുക. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. സംഭാവന കുറവുണ്ടാകാൻ പാടില്ല. നല്ല സദസ്സാണ്, അതുകൊണ്ട് കൊടുക്കുന്ന സംഭാവന ഒന്നും കുറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മദ്ഹ് പറയുന്ന സദസ്സല്ലേ. എല്ലാവരും നല്ല മുറാദ് വെച്ച് സംഭാവന കൊടുക്കുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഇത്തിബായിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്തുടർച്ചയിൽ ഒരു കുറവും ഇല്ലാത്ത രൂപഭാവങ്ങൾ സ്വീകരിക്കുക. മഹാന്മാർ അതിലേറ്റവും വലിയ മുൻപന്തിയിൽ ജീവിച്ചവരാണ്. ആ കൂട്ടത്തിൽ അതേ പേരിൽ നമ്മൾ അറിയപ്പെടുന്ന വലിയൊരു മഹാനുഭാവനാണ് മുത്തബി സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നിട്ട് നടത്തത്തിലും ഇരുത്തത്തിലും കടത്തത്തിലുമൊക്കെ ആ മാർഗം സ്വീകരിച്ചപ്പോ സ്വഹാബിമാരും പിൽക്കാലത്തുള്ളവരും പേരിട്ട് വിളിച്ചു മുത്തബിയു സുന്ന. ഹജ്ജിന് പോകുന്ന സമയത്ത് വരെ മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ റൂട്ടിലൂടെ, ആ റൂട്ടിലൂടെ മാത്രമാണ് ഹജ്ജിന് പോയത്. തങ്ങൾ എവിടെയെല്ലാം ഇരുന്നോ അവിടെയൊക്കെ ഇരുന്നു. വിശ്രമിച്ചിടത്ത് മുഴുവനും വിശ്രമിച്ചു. കുളിച്ച സ്ഥലങ്ങളിൽ കുളിച്ചു. വിസർജനം നടത്തിയ സ്ഥലങ്ങളിൽ വിസർജനം നടത്താൻ ഇല്ലെങ്കിലും അവിടെയൊന്ന് അതുപോലെ ഇരുന്നു. വാഹനം കെട്ടിയിട്ട സ്ഥലങ്ങളിൽ വാഹനം കെട്ടിയിട്ടു. ആ രൂപത്തിൽ ഇത്തിബായ് ചെയ്തിട്ട് മദീനത്തുനിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടപ്പോ എല്ലാവരും മക്കയിൽ എത്തിയ ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ മക്കയിലെത്തുന്നത്. എന്തേ നിങ്ങൾ നേരം വൈകിയത്? ഒന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞാൻ ഹജ്ജിന് വന്നപ്പോ തങ്ങൾ എവിടെയാണോ ഇരുന്നത് ആ സ്ഥലങ്ങളൊന്നും ഞാൻ വിട്ടില്ല. നടന്ന സ്ഥലങ്ങളിലൂടെ ഞാൻ നടന്നു. തങ്ങൾ വിശ്രമിച്ച സ്ഥലങ്ങളിൽ ഞാനും വിശ്രമിച്ചു. തങ്ങൾ എവിടെയാണോ ഭക്ഷണം കഴിച്ചത് അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. സഹോദരന്മാരെ, അത് ചെറിയൊരു ഭാഗ്യമല്ല, വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. പലതും നമ്മുടെ അലസത കൊണ്ടോ മറതി കൊണ്ടോ നമ്മൾ നീക്കുകയാണ്. പലതിലേക്കും നമ്മൾ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. പലതിലേക്കും നമ്മൾ എത്തിയിട്ടില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ആൾക്കാർ കഴിച്ച് നല്ലൊരു ഉറക്കത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കും. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു കാമിലായ വുളു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്താണ്, പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്. പല്ല് തേക്കും പലരും. കൂടെ കിടക്കുന്ന ആൾക്ക് വിഷമം വേണ്ടാന്ന് കരുതിയിട്ട് പല്ല് മാത്രം തേച്ചാൽ പോരാ, പല്ല് തേക്കുന്നതോടൊപ്പം ഒരു പൂർണ്ണമായ വുളു. അതിനാകെ കുറഞ്ഞ നേരല്ലേ വരുള്ളൂ, ഒരൊറ്റ മിനിറ്റ്. ഒരു വുളു എടുക്കാൻ പഴയ കാലത്തെ പോലെ വെള്ളം കോരിയെടുത്ത് അത് ആദ്യം ഒന്ന് ബക്കറ്റിൽ നിറച്ച് പിന്നെ വുളു എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ടേപ്പ് തുറന്നാൽ മതിയല്ലോ, വെള്ളം വരുമല്ലോ. നല്ല സുഖത്തിൽ വുളു എടുക്കാൻ പറ്റുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കം അങ്ങനെയാണ്. വുളു എടുക്കാതെ ഒരു ദിവസവും തങ്ങൾ ഉറങ്ങിയിട്ടില്ല. വുളു എടുത്ത് മിസ്വാക്കോട് കൂടെയുള്ള നല്ലൊരു വുളു എടുത്തിട്ടേ എന്നും തങ്ങൾ ഉറങ്ങാറുള്ളൂ. നമ്മളും അവിടുത്തെ പിൻപറ്റുന്ന ആൾക്കാരല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്തിനാ? സുന്നത്തിന് വേണ്ടിയല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നതിനല്ലേ. വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വലത്തേ കൈകൊണ്ട് വെള്ളം കുടിക്കുന്നതും ഒക്കെ അവിടുത്തെ ഇത്തിബാ ചെയ്തിട്ടാണ്. വെള്ളം കുടിക്കേണ്ടതും വലത്തേ കൈകൊണ്ട് തന്നെ, ചായ കുടിക്കേണ്ടതും അങ്ങനെ തന്നെ. ചിലർ ചായ ഇടത്തേ കൈകൊണ്ട് പിടിക്കും, വലത്തേ കൈകൊണ്ട് കടിയും തിന്നും. അങ്ങനെയല്ല, രണ്ടും വലത്തേ കൈകൊണ്ട് തന്നെ. ചായ കുടിക്കേണ്ടതും കടി തിന്നേണ്ടതും രണ്ടും വലത്തേ കൈകൊണ്ട് തന്നെ. ഇടത്തേ കൈ അത് തിന്നാൻ ഉപയോഗിക്കരുത്, അത് വേറെ പലതിനും ഉള്ളതാണ്. ഒരാൾക്ക് നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇടത്തേ കൈ കൊടുക്കാൻ പാടുണ്ടോ? അത് സുന്നത്തിനെതിരാണ്. വലത് കൈയാണ് കൊടുക്കേണ്ടത്, അതാണ് സുന്നത്ത്. വലത്തേ കൈയാണ് കൊടുക്കേണ്ടത്. മുസാഫഹത്ത് അങ്ങനെയാണ്. സ്ത്രീകൾ തമ്മിലുള്ള മുസാഫഹത്ത് സുന്നത്താണ്. സ്ത്രീകൾ തമ്മിൽ മുസാഫഹത്ത്, ഭാര്യയും ഭർത്താവും തമ്മിൽ മുസാഫഹത്ത് സുന്നത്താണ്. കൂടിച്ചേരുമ്പോഴും വീട്ടിൽ നിന്ന് പിരിയുമ്പോഴൊക്കെ മുസാഫഹത്തും സലാമും ഒക്കെ നല്ലതാണ്, സുന്നത്താണ്. സഹോദരനും സഹോദരിയും തമ്മിൽ മുസാഫഹത്ത് പറ്റും. ഉമ്മയും മക്കളും തമ്മിൽ മുസാഫഹത്ത് സുന്നത്താണ്. മക്കളും ബാപ്പയും തമ്മിൽ മുസാഫഹത്ത് സുന്നത്താണ്. ആ സുന്നത്തുകൾക്കൊക്കെ വേണ്ടി വലത്തേ കൈയാണ് കൊടുക്കേണ്ടത്. ഇടത്തേ കൈ കൊടുക്കുന്നത് മോശമാണ്. ഇടത്തേ കൈ ശുചീകരണത്തിനും മറ്റു പല കാര്യങ്ങൾക്കും, മൂക്ക് പിഴിയാനൊക്കെ ഉള്ളതാണ് ഇടത്തേ കൈ. വലത്തേ കൈ കൊണ്ട് മൂക്ക് പിഴിയാൻ പാടില്ല, എളുപ്പം അതായിരിക്കും, നല്ലോണം പോരാനൊക്കെ. പക്ഷെ അതിന് ഇടത്തേ കൈയാണ് ഉപയോഗിക്കേണ്ടത്. അതൊരു മലിനമായ സംഗതിയാണല്ലോ, അത് ഇടത്തേ കൈയാണ് അതുകൊണ്ട് ഉപയോഗിക്കേണ്ടത്. അസ്പൃശ്യതകളൊക്കെ നീക്കുന്നത് ഇടത്തേ കൈ കൊണ്ടാണ്. ഇടത്തേ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ച ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തേ കൈ കൊണ്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ആ വാക്ക് നമ്മൾ പറയരുത്. അയാൾ പറഞ്ഞു, എനിക്ക് സാധിക്കൂല. അങ്ങനെ പലതിനും പറയലോ, എന്നെ കൊണ്ട് കഴിയൂല. അങ്ങനെ കഴിയൂല എന്ന് പറഞ്ഞത് കഴിയാത്തത് കൊണ്ടല്ല, വെറുതെ ഒരു വർത്തമാനം അങ്ങനെ പറഞ്ഞതാണ്.
അപ്പൊ തങ്ങൾ പറഞ്ഞു, നാ നിനക്ക് കഴിയണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ വലത്തെ കൈ കൊണ്ട് മരിക്കുന്നവരെ വായിലേക്കൊന്നും അയാൾ വെച്ചിട്ടില്ല. മാ മനഅഹു ഇല്ലൽ കിബർ. ഇടത്തെ കൈ കൊണ്ട് കൈക്കല്ല എന്ന് പറഞ്ഞപ്പോ വലത്തെ കൈ ഉപയോഗിക്കാൻ അയാളെ വിസമ്മതിച്ചത് കിബറാണ്. ആ കിബറിന് കിട്ടിയ ശിക്ഷയാണ് പിന്നെ ഒരിക്കലും വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടിനും ഉപയോഗിക്കേണ്ടത് വലത്തെ കൈയാണ്. സഹോദരങ്ങളെ, അതൊരു സുന്നത്താണ്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ധാരാളം മാതൃകകൾ സ്വീകരിക്കണം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ ആണ്. ദിനേന കുളിക്കുന്നവരാണ് നമ്മൾ. ആ കുളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുളിയുടെ മുമ്പ് ഉളു എടുക്കണം, മിസ്വാക്ക് ചെയ്ത് ഉളു എടുക്കണം. ആകെ നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ 24 മണിക്കൂറിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രമേ മിസ്വാക്ക് ചെയ്യുള്ളൂ. ചില മഹാന്മാർ, സുബ്ഹാനല്ലാഹ്, സലാം പറയാനും കൂടി പേടിയാണ് അവരോട്. കുറച്ചു നേരം വർത്തമാനം പറഞ്ഞാൽ പിന്നെ കാണട്ടോ എന്ന് പറയേണ്ടി വരും. വായക്ക് നല്ല ശുദ്ധിയും വൃത്തിയും കിട്ടാൻ മിസ്വാക്ക് എപ്പോഴും ദായിമാക്കണം. നിങ്ങൾ അറബികളെ കണ്ടില്ലേ, അവരെത്രയാണ് മിസ്വാക്ക് ചെയ്യുന്നത്? അത് തങ്ങളൊരു ഇത്തിബാ ആണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും അവരൊന്ന് മിസ്വാക്ക് ചെയ്യും. നമ്മളാൾക്കാർ മിസ്വാക്കിന്റെ അർത്ഥം വെച്ചത് എന്താണെന്നറിയോ? കുറേ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് എന്തൊക്കെയോ പുറത്തേക്ക് ഇങ്ങനെ തുപ്പണം, അപ്പോഴേ മിസ്വാക്കാകുള്ളൂ എന്നാണ്. പല്ലിൽ അതൊന്നിങ്ങനെ വരസി ഒരൊറ്റ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആ മിസ്വാക്ക്, അറാക്ക് പോലത്തെ മിസ്വാക്ക് കൊള്ളി ഒന്നിങ്ങനെ വരച്ച് അങ്ങോട്ടൊന്ന് വരച്ച് അത് കീശയിലിട്ട് അല്ലാഹു അക്ബർ ഒരു നിസ്കാരം. വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു മിസ്വാക്ക് ചെയ്തിട്ട് ഒരു വാങ്ക് കൊടുക്കുക. എത്ര സുന്നത്താണ്, എത്ര ഇത്തിബാ ആണ് അവർക്കുള്ളത്, പിന്തുടർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിർബന്ധം പോലെ കണ്ട ഒരു സുന്നത്താണ് മിസ്വാക്ക്. മരിക്കാൻ കിടക്കുന്ന നേരത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പതിവാക്കിയ ഒരു സുന്നത്തല്ലേ മിസ്വാക്ക്. വഫാത്തിന്റെ നേരത്തും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലേക്ക് ചാരിയിട്ട് തങ്ങളിങ്ങനെ കിടക്കുമ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിന്റെ സഹോദരൻ, അതിലൂടെ ഇങ്ങനെ പോകുമ്പോ കയ്യിൽ ഒരു അറാക്ക് കണ്ടു. സഹോദരന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ട് ചോദിച്ചു, തങ്ങൾക്ക് മിസ്വാക്ക് വേണോ നബിയെ? തങ്ങളെ നോട്ടം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്, മിസ്വാക്ക് വേണോ? തങ്ങളിങ്ങനെ തല കൊണ്ട് ആംഗ്യം കാണിച്ചു. ഉടനെ തന്നെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് അറാക്ക് വാങ്ങി ആയിഷ റളിയല്ലാഹു അൻഹ അതിൻ്റെ ഒരു തലഭാഗം പല്ലിൽ വെച്ച് ചവച്ച് ഒന്ന് അരച്ച് അതൊന്ന് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊന്ന് നിർമ്മലമാക്കിയിട്ട് തങ്ങളെ വായിലേക്കൊന്ന് വെച്ച് പതുക്കെ ഒന്ന് മിസ്വാക്ക് ചെയ്തു കൊടുത്തു. വലിയ ആശ്വാസത്തിനൊരു കാരണം കൂടിയാണ്. മൗത്ത് ഹാളിറാകുന്ന നേരത്തുള്ള മിസ്വാക്ക് മരണനേരത്ത് വലിയ ആശ്വാസമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്തെന്ന നിലക്ക് കുളിയുടെ മുമ്പൊരു കാമിലായ ഉളു എടുക്കുക. എത്രത്തോളം പണ്ഡിതന്മാര് പഠിപ്പിച്ചു, കുളിക്ക് ഇടയിൽ ആ ഉളു മുറിഞ്ഞു പോയാൽ വീണ്ടും അത് പുതുക്കിയെടുക്കൽ സുന്നത്തുണ്ട്. അത്രയും മുഅക്കദായ സുന്നത്തായ ഉളു ആണ് കുളിയുടെ മുമ്പുള്ള ഉളു. നമ്മളാൾക്കാരൊക്കെ കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോയി ഉളു എടുക്കണ കാണാം. അങ്ങനല്ല വേണ്ടത്. ആദ്യം ഉളു എടുക്കുക, മിസ്വാക്കൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഉളുവിന്റെ ശേഷമാണ് കുളി വേണ്ടത്. നിങ്ങൾ നോക്ക്, നമ്മളും ഇത്തിബാവും തമ്മിൽ, രണ്ട് വാക്കുകളും തമ്മിൽ യോജിക്കണ്ടേ? പിന്തുടർച്ച നമ്മുടെ ജീവിതത്തിൽ വരണ്ടേ? അപ്പൊ മഹബത്തിന് കട്ടി കൂടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. തങ്ങളെ അനുധാവനം നമ്മളിങ്ങനെ ശീലമാക്കുക. ഓരോ കൊല്ലം ഓരോന്നും നമ്മളെ കൊണ്ട് ജീവിതത്തിലേക്ക് നിങ്ങളെ തുന്നിച്ചേർക്കുക. കഴിവിന്റെ പരമാവധി ഇത്തിബാ, എല്ലാ രംഗങ്ങളിലും ആ ഇത്തിബാഇന്റെ മുറ സ്വീകരിക്കുക. ജീവിതത്തിലുള്ള സുന്നത്തുകളെ കൂട്ടത്തിൽ 10 ദിവസമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഓരോ 10 ദിവസമാകുമ്പോഴും വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ നഖം മുറിക്കുക. നഖം മുറിക്കുമ്പോഴുള്ള സുന്നത്തുകളൊക്കെ പാലിച്ച് മുറിക്കുക. ആദ്യം 2 കൈയും കഴുകണം. കൈയിന്റെ നഖമാണ് ആദ്യം മുറിക്കേണ്ടത്. അത് തന്നെ വലത്തെ കൈയിന്റെ മുസബ്ബിഹ വിരലാണ് തുടങ്ങേണ്ടത്. മുസബ്ബിഹ വിരൽ തുടങ്ങിയിട്ട് ചെറുവിരലിൽ അവസാനിപ്പിക്കണം. പിന്നെ തള്ളവിരൽ മുറിക്കണം. അങ്ങനെയാണ് തുടക്കം. ഈ 3 ദിവസങ്ങളാണ് അതിന് പരിഗണിക്കേണ്ടത്. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും. ആ 3 ദിവസങ്ങളിൽ ഈ ശ്രേഷ്ഠമായ സുന്നത്ത് ചെയ്യുമ്പോൾ
കൈയും കാലും മുറിക്കുന്നതിൻ്റെ മുമ്പ് കഴുകണം. നഖങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അതൊരു ചെറിയ കുഴി കുഴിച്ചതിൽ കുഴിച്ചു മൂടണം. അത് സുന്നത്താണ്. ഈ സുഹൃതം ചെയ്തതിന് നാളെ ആ സ്ഥലം അല്ലാഹുവിങ്കൽ വന്ന് സാക്ഷിയാകും. സ്ത്രീകളുടെ നഖങ്ങളും മുടികളും ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നത് അത് കുഴിച്ചിടൽ നിർബന്ധവുമാണ്. സഹോദരങ്ങളെ, സ്വകാര്യ ഭാഗങ്ങളിലെ മുടികൾ അതും ശരീരത്തിൽ നിന്ന് നീക്കേണ്ടതാണ്. അതിന് വെച്ചിരിക്കുന്ന അവധി 40 ദിവസമാണ്. ഓരോ 40 ദിവസമാകുമ്പോൾ ആ ശുചീകരണ പ്രക്രിയകളും നടത്തണം. അതും സുന്നത്താണ്. 10 ദിവസമാകുമ്പോൾ കക്ഷഭാഗത്തുള്ള രോമങ്ങൾ നീക്കണം. അത് സുന്നത്താണ്. ജീവിതത്തിൽ ഈ സുന്നത്തുകളൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ വന്നു ചേരുകയാണ്. ചെറിയ ഒരു വിഷയത്തിൽ പോലും മഹാന്മാരായ പണ്ഡിതന്മാര്, സ്വഹാബിമാര്, താബിയുകൾ അവിടുത്തെ മാതൃകകൾ കൈവിടാതെ അങ്ങനെ തന്നെ അവലംബിച്ചു പോന്നു. ആ മാതൃകകൾ അങ്ങനെ സൂക്ഷിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും അവർക്ക് സഹായത്തിനുമെത്തി. അല്ലാഹുവിൻ്റെ റസൂല് ഏറെ ഇഷ്ടപ്പെട്ട ഒരു മഹാനല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സ്വഹാബിയാണ്. തങ്ങളുടെ 2 മക്കളെയാണ് ഉസ്മാൻ തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. അതുകൊണ്ടല്ലേ ദുന്നൂറൈൻ എന്നൊരു സ്ഥാനപ്പേര് വന്നത്. ആ 2 മഹദിമാരും വഫാത്തായപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇനിയും എനിക്ക് കെട്ടിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഉസ്മാൻ തങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. അത്രയും ഇഷ്ടപ്പെട്ട മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ നോക്ക്, പ്രക്ഷോഭകാരികൾ കൂടിയിട്ട് മഹാനവറുകളെ വീട്ടു തടങ്കലിലാക്കിയപ്പോ പള്ളിയിലേക്ക് പോകാൻ അവർ സമ്മതിക്കുന്നില്ല. ജുമുഅ നിസ്കരിക്കാൻ പോലും പുറത്തിറങ്ങാൻ അവർ അയക്കുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിക്കൊടുത്തൊരു കിണർ ഇന്നും മദീനയിൽ ആ കിണർ പോയാൽ നമുക്ക് കാണാൻ കഴിയും. കോടിക്കണക്കിന് ആളുകൾ വെള്ളം കുടിച്ച കിണറല്ലേ, ഇപ്പോഴും കുടിക്കുകയും അംഗസ്നാനം നിർവഹിക്കുകയും ചെയ്യുന്ന കിണർ. ആ കിണറ്റിൽ നിന്നൊരു കോപ്പ വെള്ളമെടുക്കാൻ അന്നത്തെ പ്രക്ഷോഭകാരികൾ സമ്മതിച്ചില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പൊക്കെ നോറ്റിങ്ങനെ കഴിയുന്നു. റമളാനു ശരീഫിലല്ല മഹാനവർകൾ വഫാത്താകുന്നത് അതേ ദുൽഹിജ്ജ മാസത്തിലാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റിട്ട് ആ നോമ്പ് തുറക്കാനുള്ള വെള്ളം പോലും കൊടുത്തയക്കാൻ പ്രക്ഷോഭകാരികൾ സമ്മതിച്ചില്ല. പ്രക്ഷോഭകാരികൾ പലരും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കൊന്ന് കയറി മഹാനവറുകളെ ആക്രമിക്കാൻ വേണ്ടി തക്കം പാർത്ത് കഴിയുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതേ വ്യാഴാഴ്ച ദിവസം നോമ്പുകാരനായിട്ട് വൈകുന്നേര സമയത്ത് നോമ്പ് തുറക്കാനൊന്നും കിട്ടാതെ കൊടുത്തേക്കാൻ വെള്ളം പോലും കൊടുത്തേക്കാതെ ഇവർ വിസമ്മതിച്ചപ്പോ രാവിലെ വെള്ളിയാഴ്ച രാവിലെ കുറച്ച് വെള്ളം കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് അത്തായത്തിൻ്റെ നേരത്ത് ഉസ്മാൻ തങ്ങളെ മുറിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ നായില ബീവി റളിയല്ലാഹു അൻഹ ഒരു കൂജ വെള്ളവുമായി ഉള്ളിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇതാ വെള്ളം കുടിച്ചോളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സുബ്ഹി വാങ്ക് കൊടുത്തല്ലോ, ഞാനിന്ന് നോമ്പുകാരനാണ്. വെള്ളിയാഴ്ചയും നോമ്പുകാരനാണ് എന്ന് പറഞ്ഞപ്പോ ഭാര്യ ചോദിച്ചു, നോമ്പ് തുറക്കാൻ നിങ്ങൾക്ക് എവിടുന്നാ ഭക്ഷണം കിട്ടിയത്? നോമ്പ് നോൽക്കാൻ എവിടുന്നാ ഭക്ഷണം കിട്ടിയത്? ആ സമയത്ത് ഉസ്മാൻ തങ്ങൾ പറയാണ്, പെണ്ണേ, ഇന്നലെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാണുന്ന വീടിന്റെ മേൽക്കൂരയിൽ ഇവിടെ ഒരു ചെറിയ വിടവ് കണ്ടില്ലേ, ഈ വിടവിലൂടെ എത്തി നോക്കിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം താഴ്ത്തി തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്മാനേ, ഇൻ ശിഅത നുസിർത അലൈഹിം വ ഇൻ ശിഅത അഫ്തർത ഇൻദനാ.
നിങ്ങൾക്ക് വേണോ? ആഗ്രഹമുണ്ടോ? ശത്രുക്കളെ തകർത്ത് നിങ്ങൾക്ക് വലിയ സഹായം വാങ്ങിത്തരാം. അതല്ലെങ്കിൽ ഇന്ന് നോമ്പ് നോറ്റിട്ട് നാളെ നമ്മുടെ സമീപത്ത് വന്ന് നോമ്പ് തുറക്കാം. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്ക് നാളെ തങ്ങളുടെ സമീപത്ത് വെച്ച് നോമ്പ് തുറന്നാൽ മതി, ഞാൻ നാളെ അങ്ങോട്ട് വരികയാണ്. ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് വെള്ളം വേണ്ട, സുബഹി ബാങ്കാണ് കൊടുക്കുന്നത്, ഞാൻ സുബഹി നിസ്കരിക്കട്ടെ. കുറച്ചുകൂടി നേരം കഴിഞ്ഞപ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ ഖുർആനോത്തിലാണ്. നമ്മളെ വീടൊന്ന് നോക്ക്, സുബഹിന്റെ ശേഷം ഖുർആനോത്തില്ല, മഗ്രിബിന്റെ ശേഷം ഖുർആനോത്തില്ല. ഖുർആൻ ഇപ്പൊ പല വീട്ടിലും ഓതണമെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ മരിക്കണം, അല്ലെങ്കിൽ റമദാൻ മാസമാകണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വീട്ടിൽ വെച്ച് ഖുർആൻ ഓതണം. ഉമ്മമാരും കുട്ടികളും ചെറുപ്പക്കാരൊക്കെ കഴിവിന്റെ പരമാവധി ഉള്ള സമയം ഉപയോഗപ്പെടുത്തണം. അത്ര ശത്രുക്കൾ ചുറ്റുഭാഗത്തും കൂടി നിട്ടും ഉസ്മാൻ തങ്ങൾ സുബഹിന്റെ ശേഷം ഖുർആൻ ഓതുകയാണ്. സൂറത്തുൽ ബഖറ ഓതി തുടങ്ങി. ഒന്നാമത്തെ ജുസ് പൂർത്തിയാകാനായ സമയത്താണ് ശത്രുക്കളെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് പതുക്കെ ഉള്ളിലേക്ക് കടന്നിട്ട് ഉസ്മാൻ തങ്ങളെ വെട്ടിപ്പോയി. ആ വെട്ടിയ വെട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആനിലേക്ക് രക്തം മുറ്റിയത് ശത്രുക്കൾക്ക് മറുപടി വരുന്ന ആയത്ത് സൂചിപ്പിക്കുന്നൊരു ഭാഗത്താണ്. ശത്രുക്കൾക്ക് നബിയെ അല്ലാഹു തആല കൊടുക്കേണ്ടത് കൊടുത്ത് മതിയാക്കിക്കൊള്ളും, തങ്ങൾ വിഷമിക്കേണ്ടതില്ല. വഫാത്തിന്റെ തൊട്ട് തലേന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് സഹായം കൊടുത്തത്, സന്തോഷം പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഉസ്മാൻ തങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമല് പരിശുദ്ധ ഖുർആനോത്ത്. ഖുർആന് വേണ്ടി ചെയ്ത സേവനം ചെറിയ സേവനമല്ല. നമ്മളെ കൈകളിലേക്കൊക്കെ ഖുർആനിന്റെ കോപ്പി ഇന്ന് ലഭിക്കാൻ പ്രധാനമായും കാരണമായി വർത്തിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ്. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ തെറ്റില്ലാതെ ഖുർആൻ ഓതാൻ വലിയ മാർഗം ഉണ്ടാക്കി തന്നത് അൽ ജാമിഉ സാനി ലിൽ ഖുർആൻ, ഖുർആന്റെ രണ്ടാമത്തെ ജാമി എന്ന് പേരുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊണ്ടാണ്. അത് ചെറിയ സഹായമല്ല. ദീനിന് വേണ്ടി അവർ ഈ രൂപത്തിലൊക്കെ പ്രവർത്തിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിലക്കും അവർക്ക് സഹായമായി വന്നു. ദീനിൽ ഒടിയുറച്ചു നിന്ന് മുത്തുനബി തങ്ങളെ നല്ലോണം സ്നേഹിച്ച് നബി തങ്ങളെ ഇത്തിബാ ചെയ്ത് ജീവിക്കുക അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതിനുള്ള എല്ലാ കഴിവുകളും അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. ജീവിതം കുറഞ്ഞ കാലം അത് വെറുതെയാകരുത്, ഉപകാരത്തിലാകണം എന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ. എല്ലാവരും എണീറ്റുന്ന് 2 വരി മദ്ഹ് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ.